യുഎസിൽ ഏറ്റവും കൂടുതൽ പ്രതിവർഷം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നൊരു പാർക്കാണ് ഈ സ്മോക്കി മൗണ്ടൻ. ഒരു വർഷം ഏകദേശം 10 ലക്ഷം ആൾക്കാരാണ് ഈ പാർക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന്. ഇതാണ് ഈ ക്ലിങ്മാൻസ് ഡോം എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു 360 വ്യൂ കാണിച്ചു തരാം. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദ വണ്ടർലസ്റ്റിൻ്റെ പുതിയൊരു കിടുക്കാച്ചി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഎസിലെ ടെന്നസി എന്ന് പറയുന്ന സംസ്ഥാനത്ത് സ്മോക്കി മൗണ്ടൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു നാഷണൽ പാർക്കിങ്ങിൻ്റെ എൻട്രൻസിലാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ മനോഹരമായ ഒരു നാഷണൽ പാർക്കാണ്. പുരാതനമായ, ലോകത്തിൽ തന്നെ വളരെ പുരാതനമായ അപ്പലാച്ചിയൻ പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ളൊരു മലയാണ് ഈ സ്മോക്കി മൗണ്ടൻ എന്ന് പറയുന്നത്. പ്രകൃതി ഭംഗിയുടെ എന്താ പറയുക, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണിത്. 5,20,000 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന മനോഹരമായ വൈൽഡ് ലൈഫ് പാർക്കുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു സൂപ്പർ പ്ലേസാണ് ഈ സ്മോക്കി മൗണ്ടൻ. സോ വളരെ ത്രില്ലിംഗ് ആയിരിക്കും ഒരു ട്രിപ്പായിരിക്കും. പ്രത്യേകിച്ച് സീനറീസും വിഷ്വൽസൊക്കെ, സീനറി വിഷ്വൽസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. സോ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് പാർക്കിനകത്തേക്ക് കിടക്കാം. ഇവിടുത്തെ ഈ പാർക്കിൻ്റെ വിസിറ്റിംഗ് സെൻ്ററാണ്. നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് അവിടെ ചെയ്ത്, അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, ഈ പാർക്കിൻ്റെ ഒരു മാപ്പ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകാനുള്ള സ്ഥലങ്ങളുടെ ഒരു ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത്, വളരെ എന്താ പറയുക, ഗിഫ്റ്റ് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു നൈസ് വിസിറ്റിംഗ് സെൻ്ററാണ്. സോ നമുക്ക് അത്യാവശ്യം വേണ്ട വിവരങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഇനിയും പോവുക, നമുക്ക് 5,20,000 ഏക്കർ സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. എക്സൈറ്റിംഗ് കാഴ്ചകളായിരിക്കും. സോ അപ്പോൾ നമ്മൾ റെഡിയാണ്, നിങ്ങൾ റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. പോവാം നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ നൈസായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് മലയുടെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 1934 ഇവിടെ ഇങ്ങനെ ഇതൊരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കാനുള്ളൊരു പ്രപ്പോസൽ വരുന്നത്. പിന്നെ 1940 അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഒഫീഷ്യലായിട്ട് ഈ സ്മോക്കി മൗണ്ടൻ ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗ്യാപ്പ് റോഡ് എന്ന് പറയും. ആക്ച്വലി 1905 മോർട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു നൈസ് ലൊക്കേഷൻ കണ്ടെത്തിയത്. ദൂരെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ആ വിരൽ ചൂണ്ടിയെടുത്തൊരു വര പോലെ, അത് ശരിക്കും നമ്മൾ കയറി വന്ന വഴിയാണ്. ആ റോഡ് എന്താ പറയുക, നമുക്ക് അത്രയും മലകൾക്കിടയിലും മരങ്ങൾക്കിടയിലൂടെ റോഡ് വളരെ ക്ലിയറായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റിനെ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഓഫ് സീസണായിട്ട് പോലും നിങ്ങൾക്ക് പുറകിൽ കാണാം, വണ്ടികളും ആൾക്കാരും ഒരുപാടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഒരു ബിസി ആയിട്ടുള്ളൊരു പാർക്കാണിത്. സോ ഞാനിപ്പോൾ ഈ നടന്നു വന്ന ഈ ഒരു നടപ്പാത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നടപ്പാതയാണ്. 3640 കിലോമീറ്റർ നീളമുള്ള അപ്പലാച്ചിയൻ നടപ്പാത എന്ന് പറയും. 7 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപ്പാതയാണ്. ഒരുപാട് കാടുകളിലൂടെയും പട്ടണങ്ങളിലൂടെയും ഒക്കെ
കൂടി കിടക്കുന്ന ഒരു നടപ്പാതയാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് അത്. ഈ മലയിലേക്ക് കൂടെയും കടന്നു പോകുന്നുണ്ട്. അത് ഈ പാതയാണ് ആ കാണുന്നത്. ഒരു രക്ഷയില്ല, കട്ട വിശപ്പാണ്. ഏകദേശം ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പോൾ നൈസായിട്ടൊന്ന് ഫുഡ് അടിച്ചിട്ട് ഇനിയുള്ള യാത്ര പോകാമെന്നാണ് നമ്മുടെ പ്ലാൻ. വിശന്നിട്ട് കുടലിൽ കത്തി തുടങ്ങി. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് കുറച്ച് എനർജി വേണം, അതിനാണിത്. നമ്മളിപ്പോൾ ഈ പാർക്കിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ക്ലിങ്മാൻസ് ഡോം എന്ന് പറയും. സമുദ്രനിരപ്പിൽ നിന്ന് 6644 അടി ആണ് ഇതിൻ്റെ എലവേഷൻ. ഈ പാർക്കിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മൾ താഴത്ത് പാർക്കിങ്ങിൽ വണ്ടി നിർത്തി കുറച്ച് ഹൈക്ക് ചെയ്യാനുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു അടിപൊളി ഫീലാണ്. കാലാവസ്ഥ മൊത്തത്തിൽ മാറി, നല്ല തണുപ്പായി ഇതിൻ്റെ മുകളിൽ. ഇതിൻ്റെ ടോപ്പിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടാറിങ്ങിൻ്റെ നടപ്പാത തന്നെയാണ് അവർ ഒരുക്കിയത്. പക്ഷേ വളരെ എന്താ പറയുക, 90 ഡിഗ്രി ആ ഒരു ലെവലിൽ കുത്തനെ കിടക്കുന്ന ഒരു ട്രയൽസാണ്. ഒരു രക്ഷയില്ല, നടന്ന് ഉൾപ്പാട് ഇളകി. എന്താ പറയുക, ഒരു 90 ഡിഗ്രി ആ ഒരു ലെവലിൽ കുത്തനെ കിടക്കുന്ന ഒരു ട്രയൽസാണ്. പിന്നെ ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ടാറിങ് ചെയ്ത ഒരു ട്രയൽസാണ്. അതുകൊണ്ട് നടപ്പ് അത്ര ബുദ്ധിമുട്ടല്ല, പക്ഷേ കിതപ്പാണ് ബുദ്ധിമുട്ട്. പാവം തളർന്ന് ഊപ്പാട് വന്നിട്ട് ഇരിക്കുകയാണ്. കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത സൈഡ് വ്യൂ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേളിൽ ചെല്ലുമ്പോഴുള്ള കാഴ്ച കിട്ടു സംഭവമായിരിക്കും. വാവ്, ഒരു രക്ഷയില്ല. സോ ഇതാണ് ഈ സ്മോക്കി മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റ്. ഇവിടെ ഒരു കിടിലൻ അടിപൊളി ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. സോ അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ കയറി പോണത്. കിഡു വ്യൂ ആയിരിക്കും അതിൻ്റെ മുകളിൽ നിന്ന്. ശരിക്കും ഇത് എന്താ പറയുക, ഒരു 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 ഡ്രാമാറ്റിക് ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ പൈൻ വൃക്ഷങ്ങൾ ഉണങ്ങി അതിൻ്റെ കമ്പ് മാത്രം, കുറേ എണ്ണത്തിൽ നല്ല അടിപൊളി പച്ച ഇല, ഒരു എന്താ പറയുക, ഒരു I don't know what to say. It's so beautiful. Very majestic. Yeah. അത്രയ്ക്കൊരു ഭംഗിയാണ് ഇതിൻ്റെ ഈ സറൗണ്ടിങ് കാണാനായിട്ട്. ഒത്തിരി ആൾക്കാർ ഡെക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന്. ഇതാണ് ഈ ക്ലിങ്മാൻസ് ഡോം എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു 360 വ്യൂ കാണിച്ചു തരാം.
ഒരു രക്ഷയില്ലാത്ത കിടിലൻ കാഴ്ചയായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന്. നമുക്ക് ശരിക്കും എന്താ പറയുക, ഈ ഒരു സ്മോക്കി മൗണ്ടൻ്റെ ഒരു 360 വ്യൂ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. കണ്ട് കിളി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു അടിപൊളി ഡോമാണ് അത് ഒരു പണിത് വെച്ചിരിക്കുന്നത്. എന്തോ ആൾക്കാർ വന്ന് ചറപറ കയറിയിട്ട് നമുക്ക് ശരിക്ക് കുറച്ചധികം നേരം അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചധികം വിഷ്വൽസ് എടുക്കാനോ ഒന്നും ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അത്രയ്ക്കധികം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക്. സോ നമ്മൾ വന്നുകൊണ്ടിരുന്ന വഴിക്ക് കംപ്ലീറ്റ് വണ്ടികൾ ഇവിടെ നിർത്തി. ഒരുപാട് ആൾക്കാർ, ആൾക്കൂട്ടം, ബഹളം. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളും വണ്ടി നിർത്തി ഇറങ്ങി. ഒരു കിടിലൻ കലമാൻ ഇവിടെ സൈഡിൽ കിടക്കുന്നുണ്ട്. റോഡിൻ്റെ അപ്പുറത്താണ് ആശാൻ. ആ കാണുന്ന ഗ്യാപ്പിലാണ് ആശാൻ കിടക്കുന്നത്. അപ്പം അതിൻ്റെ അടുത്ത് പോകാനായിട്ട് ഇവർ സമ്മതിക്കില്ല. ഇവിടെ ഈ പാർക്കിലെ സ്റ്റാഫുകൾ, പാർക്ക് റേഞ്ചേഴ്സ് ഇവിടെ ഉണ്ട്. അവർ നമ്മളതിൻ്റെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. അവർ ചുരുങ്ങിയത് 50 മീറ്ററൊക്കെ അകലെ നിന്ന് കാണണമെന്നാണ്. സോ അതിനെ കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ സ്മോക്കി മൗണ്ടൻ്റെ സൗത്ത് സൈഡിലെ മലയുടെ താഴ്വാരത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ചെറോക്കി എന്നാണ് പറയുന്നത്. ചരിത്രമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു ടൗണാണ് ഈ ചെറോക്കി എന്ന് പറയുന്ന സ്ഥലം. പുരാവസ്തു ഗവേഷകരും അതേപോലെ ചരിത്രകാരന്മാരും ജിയോഗ്രഫിക്കൽ സ്കോളേഴ്സൊക്കെ അവരുടെ കണ്ടെത്തലാണ് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഏരിയയിൽ മുഴുവൻ താമസിച്ചിരുന്നത് ചെറോക്കി എന്ന് പറയുന്ന ഒരു റെഡ് ഇന്ത്യൻസ് ആണ്. അവർക്ക് പറയാൻ പാടില്ല ആ പേര്, കാരണം ഇപ്പോൾ അവരെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടുത്തെ സർക്കാർ അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു ചെറിയ ടൗണാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഷിറോക്കി എന്ന് പറയുന്ന ആൾക്കാർ 1800 വരെ, ഏകദേശം 1800, അതായത് യൂറോപ്യന്മാരുടെ അധിനിവേശത്തോടു കൂടിയാണ് അവരെ ഈ മലമുകളിൽ നിന്നും മൊത്തം മാറ്റി താമസിപ്പിക്കുകയുണ്ടായത്. കാരണം പിന്നീട് യൂറോപ്യന്മാരും അവരും തമ്മിലുള്ള യുദ്ധം, അങ്ങനെ ആകെ പ്രശ്നങ്ങളായി. പിന്നെ വന്ന അമേരിക്കൻ ഗവൺമെൻറ്റാണ് അവരെ പുനരധിവസിപ്പിച്ചത്. ഇപ്പോൾ അതേപോലെ അവരെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന അവരുടെ ഒരു എന്താ പറയുക കോളനിന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് ഈ വട്ടം അടിച്ച് നടക്കുന്നത്. ഇത്ര നേരം കണ്ട ആ സ്മോക്കി മൗണ്ടൻ, ആക്ച്വലി അതിന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം ഈ റെഡ് ഇന്ത്യൻസ് ആണ്. അവരുടെ ഭാഷയിൽ ചെക്കനേജ് എന്ന് പറയും, അതായത് ദ പ്ലേസ് ഓഫ് ബ്ലൂ. അവരാണ് ഈ മലയ്ക്ക് അങ്ങനെ ഒരു നീലമല അല്ലെങ്കിൽ സ്മോക്കി മൗണ്ടൻ എന്ന പേര് ഇട്ട ആൾക്കാർ. കാരണം അവർ ചരിത്രം പറയുന്നത് അവർ ഈ ഒരു മലയെ വളരെ പവിത്രമായി കണ്ടിരുന്നു. അവരുടെ ഒരു സാക്രഡ് പ്ലേസ് ആയിരുന്നു ഈ സ്മോക്കി മൗണ്ടൻ. അപ്പം റെഡ് ഇന്ത്യൻസിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഗിഫ്റ്റ് സെൻറ്ററുകളുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഇവിടെ.
മലപ്പുറം കത്തി, പേന, കത്തി, അമ്പും വില്ലും. ഇതൊക്കെ ശരിക്കും അവർ യൂസ് ചെയ്തിരുന്ന പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്തിരുന്നതിൻ്റെ പുതിയ പതിപ്പുകളാണ്. ഇതുണ്ടോ, ആടിൻ്റെ കാലിലാണ് കത്തിയുടെ ഇത്. ശരിക്കും കത്തിയല്ല, അത് കല്ലാണ്. കത്തി പോലെ മൂർച്ചയാക്കിയിട്ടുള്ള ഇതുണ്ടോ, ശരിക്കും ഇതൊരു കല്ലാണിത്. ഇതൊക്കെയായിരുന്നു അവരുടെ ആയുധം. കല്ലുകൊണ്ടുള്ള കത്തിയാണ് ഇതൊക്കെ. അന്ന് കാലത്ത് ഇവരുടെ പൂർവികർ ഉപയോഗിച്ച കത്തി. അവരുപയോഗിച്ചിരുന്ന അമ്പും വില്ലും അതിൻ്റെ ന്യൂ വേർഷനാണിത്. ആക്ച്വലി ഈ ഒരു പ്ലേസ് നോർത്ത് കരോലിന എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. സോ ഈ സ്മോക്കി മൗണ്ടൻ ആക്ച്വലി ടെന്നീസിയും നോർത്ത് കരോലിനയും 2 സംസ്ഥാനങ്ങളിൽ കൂടിയായിട്ടാണ് ഈ മലനിര കിടക്കുന്നത്. നമ്മൾ കുറേയൊക്കെ ഈ ടൗണിൽ കൂടെ കറങ്ങി നടന്ന് നോക്കി, അവരെ ആരെയും കണ്ടില്ല. സോ ഇതൊക്കെയാണ് പ്രിറ്റി മച്ച് ആയിട്ടുള്ള എന്താ പറയുക അവരുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും. നമ്മളിപ്പോൾ ആ കടകളിലൊക്കെ കണ്ട പോലത്തെ ഓർണമെൻറ്റ്സ്, അത് അവരെക്കുറിച്ചുള്ള കൂടുതലൊരു എന്താ പറയുക ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. സോ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വണ്ടർലസ് കപ്പിളിൻ്റെ യാത്ര ഇവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രകൃതിയുടെ മനോഹരമായ വശ്യ സൗന്ദര്യവും അതുപോലെ ചരിത്രങ്ങളൊക്കെ കോർത്തിണങ്ങിയ ഈ യാത്ര എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ദ വണ്ടർലസ് കപ്പിളിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി, അറിവുകൾ തേടി, കാഴ്ചകൾ തേടി നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദി വണ്ടർലസ് കപ്പിൾ.